4 മേഖലയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ആകേണ്ട പോലെ ആകുന്നത്. ഈ 4 മേഖലയിൽ അരുതാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാം. അവിടെ അപകടമുണ്ട്. ആ അപകടം വരല്ലേ എന്നാണ് ഈ യാചനയുടെ ഒരു അർത്ഥം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 64ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഈ കർത്തൃപ്രാർത്ഥന മുഴുവനും ഒന്നുകൂടെ ഒരു കുഞ്ഞിൻ്റെയും അപ്പൻ്റെയും പങ്കുവെക്കലിൻ്റെ പശ്ചാത്തലത്തിൽ കാണുകയുണ്ടായി. നമുക്ക് 2ാം ഭാഗത്തേക്ക് കടക്കുകയാണല്ലോ. 4ാമത്തെ യാതനയാണ് 2ാം ഭാഗത്ത് ആദ്യമായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, അല്ല തരണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് തരണം എന്നൊരു വേർഡിങ് നമുക്ക് മലയാളത്തിലുണ്ട്. അന്നു വേണ്ട ആഹാരം, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ ഈ ഒരു യാചനയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഒന്ന്, ആഹാരം ആണല്ലോ വിഷയം. എന്താണ് ഈ ആഹാരം എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കണം. 2ാമത്തേത് ആവശ്യകമായ ആഹാരം, അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പം ആവശ്യകമായതും അനാവശ്യമായത്, അല്ല ആവശ്യമില്ലാത്തത്, അപകടകരമായത്, അങ്ങനത്തെ ഉണ്ടാവാം. സൂചന എവിടെയുണ്ട്, അത് നമുക്കറിയാമല്ലോ. നമുക്ക് അതിലേക്ക് വരാം. 2ാമത്തെ കാര്യം ആവശ്യകമായത് എന്താണ് ആഹാരത്തെ മേഖലയിൽ. 3ാമത്തേത് അങ്ങ് തരണമെന്നാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമേ. ആരോടാ? പിതാവിനോടാ. അങ്ങ് തരണമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൂചനയുണ്ട്, അങ്ങ് അല്ലാത്ത ആരും ഞങ്ങൾക്ക് ആഹാരം തരരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കത് ശ്രദ്ധിക്കണം. 4ാമത്തെ കാര്യം ഇന്ന്, ടുഡേ, ഇന്ന് ഞങ്ങൾക്ക് തരണേ. ഇന്ന് എന്ന് പറയുമ്പം ഇന്നത്തേക്ക് ആവശ്യമുള്ളത് അപ്പ തരിക. നാളത്തെ കാര്യം ആഗ്രഹപ്പെടണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കണ്ട, അതങ്ങ് വാക്ക് ചെയ്തോളൂ. അതേപ്പറ്റി നമ്മൾ ചിന്തിക്കണം, ഇന്നത്തേക്കുള്ളത്. അപ്പോൾ ആകുലതകളില്ലാതെ അപ്പായുടെ കൂടെ അപ്പായുടെ രംഗത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുന്ന ഒരനുഭവവും ഇവിടെ ഈശോ ഉൾച്ചേർത്തിട്ടുണ്ട് ഈ ഒരു യാചനയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് 1ാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ആഹാരം അല്ല ഭക്ഷണം. ആഹാരമല്ലേ ഭക്ഷണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എന്താ അതിൻ്റെ ഉദ്ദേശം? നമുക്ക് ഏതൊരു ജീവിക്കും, വ്യക്തിക്കും, അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തിക്കുന്ന സംവിധാനത്തിനും അതായിരിക്കേണ്ട അവസ്ഥയിൽ ആയിരിക്കുക, നിലനിൽക്കുക, റിമെയിൻ ചെയ്യുക, അതിനും അത് പ്രവർത്തിച്ച് മുന്നേറാനും അല്ലെ വളർന്ന് കയറി വരാനും ഊർജം ആവശ്യമുണ്ട്, എനർജി ആവശ്യമുണ്ട്. അത് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കണം. സൂര്യപ്രകാശം കിട്ടണം, വളവും വെള്ളവും കിട്ടണം, ചെടികൾക്ക് നിലനിൽക്കാനും വളരാനും വളർന്ന് പുഷ്പിക്കാനും ഫലങ്ങളുണ്ടാകാനും. ഒരു യന്ത്രത്തിന് പ്രവർത്തിക്കാൻ ഡീസല്, പെട്രോള് അല്ലെങ്കിൽ വൈദ്യുതി മെഷീനാണെങ്കിൽ വൈദ്യുതിയുടെ സാന്നിധ്യം, അതും അതിൻ്റെ ആംബിയറിൽ വോൾട്ടേജിലുള്ള പവർ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ കിട്ടിയെങ്കിൽ അതിന് ബേസിക്കായിട്ട് നിലനിൽക്കാനും അത് പ്രവർത്തിച്ച് മുന്നേറാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആഹാരമെന്ന് പറയുമ്പം ഓരോ സസ്യത്തിന് അങ്ങനെയുള്ളത് ആഹാരം നമുക്കറിയാം. ഒരു മെഷീൻ അങ്ങനെ, മൃഗങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള ആഹാരം കിട്ടണം. ആഹാരം കിട്ടാതെ വന്നാൽ നിലനിൽക്കാൻ പറ്റുകയില്ല, പ്രവർത്തിക്കാൻ പറ്റുക, വളരാൻ പറ്റുകയില്ല. ആഹാര ദൗർലഭ്യം എന്ന് പറയുന്നത് ലോകത്തിലെ വലിയൊരു ദുരന്തമാണ്, തിന്മയാണ് നമുക്കറിയാം. ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് ശോഷിച്ച് രോഗങ്ങൾക്കടിപ്പെട്ട് മരണത്തിലേക്ക് പോകുന്ന അനേകർ ഉണ്ട്. കണക്കുകൾ വെച്ച് ഓരോ നിമിഷവും ലോകത്തിൽ അനേകർ ഭക്ഷണമില്ലായ്മ കൊണ്ട് തന്നെ മരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുദ്ധ മേഖലകളിൽ, ക്ഷാമ മേഖലകളിൽ, വലിയ ഭരണപരമായ മേഖലയിൽ തകർച്ചകളും പ്രശ്നങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ
താളം തെറ്റിയും ദുശക്തികളുടെ കയ്യിൽപ്പെട്ടും സാമൂഹ്യ ദ്രോഹികളുടെ ഏറ്റെടുത്തും അങ്ങനെയൊക്കെ ലഹളയായിട്ട് പോകുന്ന രാജ്യങ്ങളിലൊക്കെ ഭക്ഷണ ദൗർലഭ്യം മൂലം അനേകർ ഡെയിലി മരിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ ശോഷിച്ച് എല്ലും തോലുമായ കുഞ്ഞുങ്ങളുടെ വ്യക്തികളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഭക്ഷണം നമുക്ക് മെയിൻ്റനൻസും ആവശ്യമാണ്, പ്രവർത്തിച്ച് വളർന്നു വരാൻ ആവശ്യമാണ്. ബേസിക്കായിട്ട് അത് എല്ലാ മേഖലയിലും തമരം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണത്. ഇനി മനുഷ്യൻ എന്ന നമുക്ക് ദൈവത്തിൻ്റെ ഛായയിൽ സാധു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ട ആഹാരം എന്താണ്, ആഹാരമായിട്ട് വേണ്ടത് എന്താണ്? ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആവശ്യകമായ ആഹാരം, അല്ല അന്നൊന്ന് വേണ്ട ആഹാരം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് പറുദീസയിലാക്കിയപ്പോൾ അവിടെ ദൈവം മനുഷ്യന് വേണ്ടി ക്രമീകരിച്ച ആഹാരത്തിൻ്റെ, അല്ലെങ്കിൽ അവന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും കയറി വരാനും ഉള്ള എനർജി, ഊർജം, കരുത്ത് പകരാനായിട്ടുള്ള ആഹാരം 4 മേഖല ക്രമീകരിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന്, സ്വാഭാവികമായിട്ട് ശരീരതലം. പൂഴിൽ നിന്ന് ആദത്തെ ഉണ്ടാക്കി, ആദത്തിൻ്റെ വാരിയെല്ല് കൊണ്ട് ഹവ്വയെ ഉണ്ടാക്കി. അങ്ങനെയുള്ള മനുഷ്യർക്ക് ആ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, പോഷകം നൽകാനായിട്ട് സസ്യലോകത്തെ ക്രമീകരിച്ചു. ഫലങ്ങൾ, കായ്കനികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് പോഷക ക്രമീകരണങ്ങൾ, മാർഗങ്ങൾ ദൈവം പറുദീസയിൽ ക്രമീകരിച്ചു. അങ്ങനെ നമുക്കറിയാം, ആദ്യ നാളുകളിൽ പറുദീസയുടെ വിവരണം വെച്ച് വായിക്കുമ്പോൾ ഏതോട്ടത്തിൽ സസ്യ ഭക്ഷണമാണ് മനുഷ്യൻ വെച്ചിരുന്നത്. പിന്നീട് നോഹയുടെ കാലം കഴിയുമ്പോഴാണ് മാംസ ആഹാരത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നതായിട്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നു, വചനം സൂചിപ്പിക്കുന്നു, വചനം വ്യക്തത നൽകുന്നത്. അങ്ങനെ മാംസ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ വരികയാണ്. അതാണ് ഒന്നാമത്തെ ഒരു തലം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞാലും അത് പ്രാധാന്യത്തിൽ ഒന്നാമത്തെ അല്ലെന്നുള്ള വേറെ കാര്യം. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴം ഒരു വൃക്ഷത്തിൻ്റെ ഒഴികെ കഴിക്കാം എന്ന് തമ്പുരാൻ പറയുമ്പോഴും ദൈവത്തിൻ്റെ കരുതൽ അവിടെ കാണുന്നു. ഇനി രണ്ടാമത്തെ ഒരു ആഹാരം നമുക്ക് ആവശ്യം, ഊർജവും കരുത്തും കിട്ടാനായിട്ട് ആവശ്യമുള്ളത് ശരീരത്തിൻ്റെ കഴിഞ്ഞ് രണ്ടാമത്തേത് നമുക്ക് മാനസിക, ബൗദ്ധിക, വൈകാരിക, സാമൂഹിക തലമുണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ദൈവമായ കർത്താവ് 16, 17, 18 വരും കാണാം. താൻ സൃഷ്ടിച്ച എല്ലാ മൃഗങ്ങളെയും ആദത്തിൻ്റെ അവർക്ക് കൊണ്ടുവന്ന് അവയ്ക്ക് എന്താണ് അദ്ദേഹം പേരിടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവയ്ക്ക് പേരിട്ടതല്ല അതിൻ്റെ പേരായി തീർന്ന് കാണുകയാണ്. പക്ഷെ അവരുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ് 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ, എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പക്ഷി പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടെന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതാണ് 18-ാം വാക്യത്തിൽ തമ്പുരാൻ പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പം മനുഷ്യന് മൃഗങ്ങളെല്ലാം ചുറ്റുമുണ്ടെങ്കിലും, സസ്യങ്ങളെല്ലാം സമൃദ്ധമായ പഴങ്ങളെല്ലാം നൽകുണ്ടെങ്കിലും അവൻ്റെതായ ഒരു സാമൂഹിക തലം, അവൻ്റെ ബൗദ്ധിക, മാനസിക, വൈകാരിക തലങ്ങളിലൊക്കെ കരുത്ത് കൊടുക്കാൻ, ഊർജം കൊടുക്കാൻ ഈ ബാഹ്യമായ ക്രിയകൾ മാത്രം പോരാ. മറിച്ച് അവനെ പോലെയുള്ള ഒരു ഇണ തുണ, അങ്ങനെയാണ് ഹവ്വയെ സൃഷ്ടിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ ഏകനായിരിക്കുന്ന എന്നല്ല. നമ്മളാരും, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം നമുക്കറിയാം, നമുക്ക് ആവശ്യമായ സ്നേഹവും കൂട്ടായ്മയും സപ്പോർട്ടും എല്ലാം നൽകാൻ മനുഷ്യ വ്യക്തികളുടെ സാന്നിധ്യവും സാമീപ്യവും സഹകരണം എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടാമത്തെ തലമാണ്. ഇനി മൂന്നാമത്തേത്, അങ്ങനെ ഒരു ഭൗതിക, മാനസിക, വൈകാരിക തലം കൊണ്ട് മാത്രം തീരുന്നതല്ല മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ മേഖല. അവന് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ദൈവം നിശ്വസിച്ചു തൻ്റെ അരൂപിയിൽ ആത്മാവിനെ പകർന്നുവെന്ന്, അതാണ് ജീവശ്വാസം പകർന്നു കൊടുത്തു. അത് മൃഗങ്ങളെ പറ്റി പറയുമ്പോൾ അത് പറയുന്നില്ല, സൃഷ്ടിച്ചതിനെ പറ്റി പറയുമ്പോൾ എന്നുവെച്ചാൽ ആത്മാവിന് ദൈവം നമുക്ക് തന്നു നിത്യമായിട്ടായിരിക്കാൻ. ആത്മാവിന് ആരംഭമുണ്ട്, അന്ത്യമില്ല, നിത്യതയിലേക്ക് പോകും, നിത്യമായി നിലനിൽക്കുന്നതാണ്. എറ്റേണൽ എൻറ്റിറ്റിയാണ് നമ്മുടെ ആത്മാവ്, നമ്മുടെ സോൾ എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവിന് നമുക്ക് പകർന്നു. ഈ ആത്മാവിന് ജീവനുണ്ട്, ജീവിതമുണ്ട്, വളർച്ചയുണ്ട്. ഇതൊക്കെ ദിവസം സംസാരിക്കുമ്പോൾ യോഹന്നാൻ 3 വായിക്കുന്നുണ്ടല്ലോ, ആത്മാവിൽ നിന്ന് ജനിക്കുന്നു. ജഡത്തിൽ ജനിച്ചാൽ മാത്രം പോരാ, ജഡത്തിൽ ജനിക്കും ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കണം. പരിശുദ്ധാത്മാവ് ജനിക്കുന്നൊരവസ്ഥയാണ്. അതിലേക്ക് നമ്മുടെ ആത്മാവ് വരണം. വെച്ചാൽ ആത്മാവിന് വളർച്ചയുണ്ട്.
ജനനം ഉണ്ട്, വളർച്ചയുണ്ട്. അത് വളർന്നു വരുന്നത് എങ്ങനെയാണ്? വചനത്തിൻ്റെ അപ്പം, പ്രസാദവരം, കൃപാവരം, ദൈവിക ജീവൻ പകർന്നെടുക്കുന്നു. അങ്ങനെ പല സംവിധാനങ്ങൾ ദൈവം ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയ്ക്കാണ് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് വളർന്ന് കയറി വരിക, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ആത്മാവ് പാപത്തിൽ മൃതമായി പോയത് കൊണ്ടാണ്. മൃതമായി പോയി പാപത്തിലേക്ക് വന്നപ്പം, മാരകമായ പാപത്തിലും അതിന് വീണ്ടും ജനിപ്പിക്കുന്ന മാമോദീസയിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് വഹിക്കുന്നത്. അത് 4ാമത്തെ മേഖലയാണ്. നമ്മുടെ ആത്മാവ് ജീവനിലേക്ക് വരുന്നത് വചനത്തിൻ്റെ ഒപ്പം ദൈവിക പ്രസാദപര സാന്നിധ്യം പരിശുദ്ധാത്മാവ് തരുന്നു. അത് നമ്മിലേക്ക് വരുന്നു. അത് 4ാമത്തെ മേഖലയ്ക്ക് സൂചിപ്പിക്കുന്നതാണ്. ഏത്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ അച്ചാരമായിട്ട് നമ്മൾ മാമോദീസ വഴി വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് നൽകപ്പെടുന്നു. അതിനെ പിന്നെ നമ്മൾ വളർത്തിയെടുത്ത് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയുകയാണ്. അതാണ് 4ാമത്തെ തലം. അപ്പം പറുദീസയിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ദൈവം തൻ്റെ സാന്നിധ്യം അവിടെ എപ്പോഴും കൊടുത്തിരുന്നു. അതാണ് ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിലൊക്കെ മാറുന്നു. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നു അങ്ങോട്ട് വരികയാണ്, മക്കളെ തേടി വരികയാണ്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളവരായിരുന്നു ഇവർ. അപ്പോൾ ആദ്യത്തെ പാപം വഴി മനുഷ്യമക്കൾക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം ദൈവ സാന്നിധ്യമാണ്. നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ദൈവം വീണ്ടും മനുഷ്യ അവതരിക്കുമ്പോൾ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ വരികയാണ്. അത് കൂടെ വരുന്നത് നമുക്ക് പുറമേ ആയിരിക്കാനല്ല, നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡ്വെല്ലിങ് പ്രസൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കാണ് വരേണ്ടത്. ആഭ്യന്തരകർമ്മീയ ആത്മീയതയിൽ അമ്മദ്രച്ച പങ്കുവെക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തെ അനുഭവിക്കുക. പക്ഷെ ദൈവം ഒരു വ്യക്തിയാണ്, നമ്മൾ വേറെ വ്യക്തികളാണ്. ദൈവ സൃഷ്ടാവ്, നമ്മൾ സൃഷ്ടികളാണ്. അതുകൊണ്ട് നമ്മളും ദൈവവും നമ്മളും ഒന്നല്ല, 2 വ്യക്തികൾ തന്നെയാണ്. ദൈവത്തിന് 3 വ്യക്തികളുണ്ടല്ലോ. എങ്കിലും നമുക്ക് ഒന്നായിരിക്കാൻ പറ്റും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നു. അവർ സത്താപരമായിട്ട് തന്നെ. നമ്മൾ ദൈവവുമായിട്ട്, നമ്മൾ ദൈവം സൃഷ്ടാവുമാണെങ്കിൽ പോലും ദൈവം നമ്മിൽ വന്ന് വസിക്കും, കൂടെ വസിക്കും, ഉള്ളിൽ വസിക്കും. അങ്ങനത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ദൈവം കൂടെയുള്ളവരായിട്ട് മാറണം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് യോഹന്നാൻ 15 നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു കാര്യം അടിവരയിടുകയാണ്. അപ്പം നമുക്ക് ആയിരിക്കേണ്ട പോലെ ആയിരിക്കാനും, ആകേണ്ട പോലെ കയറി വരാനും, വളർന്നു വരാനും, ഫലം പുറപ്പെടുവിക്കാനും, മുന്തിരിച്ചെടി ശാഖകളും ഫലം പുറപ്പെടുവിക്കാൻ എന്നിൽ വസിക്കണം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് വസിച്ച് കയറി വരണം. അത് ആവശ്യമാണ്. അങ്ങനെ അല്ലാതെ വസിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പിശാച് വന്ന് കയറുന്ന വ്യക്തികളില്ലേ? പരിശുദ്ധാത്മാവിന് പകരം പിശാചിൻ്റെ അരുവി അകത്ത് കയറ്റിയാൽ ആളൊഴിഞ്ഞ് വീടെന്നൊക്കെ നമ്മൾ പറയുന്ന പറയാമല്ലോ, അതിലേക്ക് വരാം. അപ്പം അങ്ങനത്തെ അപകടമുണ്ട്. അപ്പം നമുക്ക് ആത്മാവ് ഉണ്ടെങ്കിലും ഈ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് സാന്നിധ്യത്തിലായിരിക്കണം നിർബന്ധമില്ല. നമ്മുടെ ആത്മാവ് പിശാചിനോട് ചേർന്ന് അതിൻ്റെ അടുപ്പത്തിൽ പോകാം. അങ്ങനെ പോകുമ്പോഴാണ് മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകുന്നത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്നല്ല പോകുന്നത്. അപ്പോൾ ഇത് 4ാമത്തെ കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചേർന്ന് ആ സാന്നിധ്യം അനുഭവിച്ച് ആ സാന്നിധ്യം സ്വന്തമാക്കി നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ ആ ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ 4 മേഖലകളിൽ നമുക്ക് ആഹാരം, ഊർജം, സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ 4 മേഖലയിലും ശരീരത്തിൻ്റെ ഭക്ഷണം, മാനസിക, ഭൗതിക, വൈകാരിക മേഖല, സാമൂഹിക തലത്തിൻ്റെ കരുത്ത്, നമ്മുടെ ആത്മാവിന് കിട്ടേണ്ട കൃപാവരം, അങ്ങനെ 4ാമത്തിൽ ബന്ധപ്പെട്ടെങ്കിലും പരിശുദ്ധാത്മാവ് സാന്നിധ്യം തരുന്നു, നമ്മുടെ ഇവിടെ വസിക്കാൻ പറ്റും ദൈവത്തിൻ്റെ അരൂപി. അപ്പം നമുക്ക് ആത്മാവുമുണ്ട്, അരൂപിയുമുണ്ട്, പരിശുദ്ധ അരൂപി. 4 മേഖലയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ആകേണ്ട പോലെ ആകുന്നത്. ഈ 4 മേഖലയിൽ അരുതാത്ത കാര്യങ്ങൾ നമ്മിലേക്ക് കടന്ന് വരാം. അവിടെ അപകടമുണ്ട്. ആ അപകടം വരല്ലേ എന്നാണ് ഈ യാചനയുടെ ഒരു അർത്ഥം. നമുക്ക് അതിലേക്ക് അടുത്ത സെഷനിൽ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.